ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്ന കഥ, പണ്ട് രത്നാകരൻ എന്ന ഒരു കാട്ടാളനുണ്ടായിരുന്നു. കാട്ടിലൂടെ സഞ്ചരിക്കുന്നവരെ തടഞ്ഞു നിർത്തി അവരുടെ കയ്യിൽ നിന്നും പൊന്നും പണവും അപഹരിക്കുന്ന പരിപാടിയാണ് അവൻ ചെയ്തുകൊണ്ടിരുന്നത്. ഈ കാട്ടാളൻ ആദ്യകാലങ്ങളിൽ ഒരു ശൂദ്രകുലത്തിൽ ജനിച്ച ഒരു സ്ത്രീയുമായി വളരെയധികം കാലം കഴിഞ്ഞു. ആ സ്ത്രീയിൽ ഇയാൾക്ക് ധാരാളം പുത്രന്മാരുണ്ടായി. ഇതുകൂടാതെ ആ വീട്ടിലുള്ള ധാരാളം മൃഗങ്ങളെയും ഇയാൾ വേട്ടയാടുകയും ചെയ്തു. അങ്ങനെയിരിക്കെ ഒരു ദിവസം മുനീന്ദ്രവനത്തിൽ നിന്ന് സപ്തർഷികൾ ആയ മരീചി, അത്രി, അങ്കിരസ്, പുലസ്ത്യൻ, പുലഹൻ, കത്രു, വസിഷ്ഠൻ എന്നീ 7 മഹർഷിമാർ വരുന്നത് കണ്ട് ഈ കാട്ടാളൻ അവരുടെ വസ്ത്രങ്ങളും മറ്റും വസ്തുക്കളും അപഹരിക്കുന്നതിനായി ഓടിച്ചെന്നു. അത് ഒരു നട്ടുച്ച സമയമായിരുന്നു. അപ്പോൾ മുനിമാർ രത്നാകരനോട് പറഞ്ഞു, നിൽക്കൂ, നീ ഇവിടെ എന്താണ് ചെയ്യാൻ പോകുന്നത്? ദുഷ്ടബുദ്ധിയുള്ളവനെ സത്യം പറയൂ. അതിന് ഉത്തരമായി രത്നാകരൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഭാര്യയുടെയും പുത്രന്മാരുടെയും വിശപ്പും ദാഹവും കണ്ട് വലയുന്ന കാഴ്ച കണ്ട് സഹിക്കാതെയാണ് ഈ കൊള്ളയും പിടിച്ചുപറിയും നടത്തുന്നത് എന്നായിരുന്നു. ഇത് കേട്ട ആ മഹർഷിമാർ രത്നാകരനോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: നീ ചെയ്യുന്ന ഈ പാപപ്രവൃത്തികൾക്ക് നിന്റെ മരണാനന്തരം നീ നരകത്തിലേക്ക് പോകാൻ ഇടയാകും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിന്റെ അനുഭവങ്ങൾ വളരെ മോശമായിരിക്കുകയും ചെയ്യും. അപ്പോൾ നിന്റെ ഈ ദുഷ്ടപ്രവൃത്തികളിൽ നിന്നും ഉള്ള പ്രതിഫലം പറ്റി ജീവിക്കുന്ന നിന്റെ ഭാര്യയോടും മക്കളോടും നിന്റെ പാപത്തിൻ്റെ പങ്ക് വഹിക്കാമോ എന്ന് പോയി അവരോട് ചോദിക്കണം. നീ വീട്ടിൽ പോയി ഇക്കാര്യം ചോദിച്ച് തിരികെ വരുന്നതുവരെ ഞങ്ങളിവിടെ നിന്നും ഒരിടത്തും പോവുകയില്ല, ഇവിടെ തന്നെ ഉണ്ടാവും. ഇക്കാര്യത്തിൽ നീ സംശയിക്കേണ്ട. ഇത് കേട്ടപ്പോൾ മഹർഷിമാർ പറഞ്ഞ് ശരിയാണെന്ന് തോന്നിയ രത്നാകരൻ ഉടൻ തന്നെ വീട്ടിൽ പോയി ഭാര്യയോടും മക്കളോടും ചോദിക്കുകയും അവരാരും തന്നെ ഈ ദുഷ്പ്രവൃത്തിയുടെ മൂലം ഉണ്ടാവുന്ന ഫലത്തിൻ്റെ പങ്ക് അനുഭവിക്കാൻ തയ്യാറില്ല എന്ന് പറയുകയും ചെയ്തതോടെ രത്നാകരന് മാനസാന്തരം വരികയും ഇനി മുതൽ നല്ല ഒരു മനുഷ്യനായി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടാവുകയും ഉടൻ തന്നെ ആ മഹർഷിമാരുടെ അടുത്തെത്തിയ അയാൾ ഇക്കാര്യം എല്ലാം പറയുകയും ചെയ്തു. ദുഷ്ടനായ തന്നെ രക്ഷിക്കണേ എന്ന് അയാൾ മുനിമാരോട് പറയുകയും ചെയ്തു. അത് രക്ഷിക്കണേ എന്ന് പറഞ്ഞ് കരഞ്ഞപേക്ഷിക്കുന്ന ഈ കാട്ടാളൻ വളരെ ദുഷ്ടനാണെങ്കിലും ഇവനെ രക്ഷിക്കണമെന്ന് ആ മുനിമാർ തീരുമാനിക്കുകയും ചെയ്തു. രാമരാമ എന്ന ജപം ചെയ്യാൻ പറഞ്ഞാൽ അത് ചെയ്യുന്നതിന് ഇവൻ്റെ നാവ് വഴങ്ങുകയില്ല. അത് കൊണ്ട് രാമരാമ രാമ എന്ന വാക്കിനെ തിരിച്ചിട്ട് മര എന്നാക്കുകയും മര എന്ന് മനസ്സ് ഏകാഗ്രമാക്കിക്കൊണ്ട് നിത്യവും ജപിച്ചു കൊണ്ടിരിക്കാൻ പറയുകയും ചെയ്തു. ഇതിനുശേഷം ആ മഹർഷിമാർ ആകാശമാർഗം പോവുകയും ചെയ്തു. അവർ പോയ ശേഷം രത്നാകരൻ മര എന്ന ഇടവില്ലാതെ രാവും പകലും ജപിക്കാൻ തുടങ്ങി. ഈ ജപം കാലക്രമേണ രാമരാമ എന്നായി തീരുകയും ചെയ്തു. വർഷങ്ങൾ ഇങ്ങനെ തുടർന്നു കഴിഞ്ഞപ്പോൾ അയാളുടെ ശരീരമാകെ ചെതൽപ്പുറ്റ് വന്ന് മൂടുകയും ചെയ്തു. അങ്ങനെ വളരെ നാളുകൾക്ക് ശേഷം ആ മുനിമാർ അവിടെ തിരിച്ചു വരികയും ചെതൽപ്പുറ്റിനുള്ളിൽ ധ്യാനിച്ചിരിക്കുന്ന രത്നാകരനോട് പുറത്തു വരാൻ പറയുകയും ചെയ്തു. അവർ അവന് വാൽമീകി എന്ന് പേര് നൽകുകയും ചെയ്തു. വാൽമീകി എന്ന് പറഞ്ഞത് ചെതലിനകത്ത് ചെതലിൻ്റെ കൊണ്ട് മൂടിയത് കൊണ്ടാണ് വാൽമീകി എന്ന് പറയാനിടയായത്. നീ വലിയ വേദജ്ഞനും ബ്രഹ്മജ്ഞാനിയുമായി തീരട്ടെ എന്ന് അനുഗ്രഹിച്ചിട്ട് അവർ മടങ്ങിപ്പോവുകയും ചെയ്തു. ഇതിനുശേഷമാണ് വാൽമീകി മഹർഷി രാമായണം എഴുതിയത്. ഞാൻ ഇതിനു മുമ്പ് ഈ ചാനലിൽ ഇട്ടിട്ടുള്ള വീഡിയോകൾ എല്ലാവരും കാണണമെന്ന് താല്പര്യപ്പെടുന്നു. സബ്സ്ക്രൈബ്, ലൈക്ക് എന്നിവ ചെയ്യണം. ഇനിയും ക്ഷേത്രസംബന്ധമായ വീഡിയോകളിടും. 1 മാസം മുമ്പ് ഇട്ട തിരുവനന്തപുരത്തെ OTC ഹനുമാൻ സ്വാമി ക്ഷേത്രം വീഡിയോ കാണേണ്ടതാണ്. അത് കണ്ടിട്ടില്ലാത്തവർ ഉണ്ടെങ്കിൽ കാണണം. അത് ഭഗവാൻ എന്ന് പറഞ്ഞാൽ ശ്രീരാമൻ്റെ ഒരു ഭക്തനാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് ആ വീഡിയോ നല്ല രീതിയിൽ കണ്ട് ആസ്വദിക്കണം. ഇനി അടുത്ത വീഡിയോയായി അടുത്ത ദിവസം കാണാം.